സ്റ്റാർട്ടിങ് ദ ഇല്ലുസ്ട്രേഷൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി. മുഴുവൻ സാലറിയുടെ ഇൻകം കാണുന്ന ആ ഹെഡിലെ ഇൻകം കാണുന്നതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ഐറ്റം വരുമ്പോൾ അതിൻ്റെ റിവിഷനും കൂടെ ഈ ഒരു ഭാഗത്ത് ഞാൻ കവർ ചെയ്യും. ശങ്കർ ആണ് നമ്മുടെ എംപ്ലോയി. ക്വസ്റ്റ്യൻ ഒരു തവണ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒരു തവണ നിങ്ങൾ വായിക്കുക, അതിനുശേഷം മാത്രം വീഡിയോ കാണാം. ഫൈനാൻഷ്യൽ ഇയർ തന്നിട്ടുണ്ട്. സോ ഫൈനാൻഷ്യൽ ഇയറിന് തന്നത് ഇത് പ്രീവിയസ് ഇയർ ആണ് തന്നിരിക്കുന്നത്. സാലറി 40,000 പെർ മന്ത് ആണ്. സോ ഇയർലിയൊക്കെ കൺവേർട്ട് ചെയ്യണം, ബിക്കോസ് നമുക്ക് ഒരു അസസ്മെൻറ്റ് ഇയർ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയറിലാണ് എഴുതേണ്ടത്. സോ അതിന് ഇയർലി ഇട്ട് കൺവേർട്ട് ചെയ്യണം. കമ്മീഷൻ ഇവിടെ തന്നിരിക്കുന്നത് ഇയർലി മന്ത്ലി ആണെന്നൊന്നും പറയുന്നില്ല. സോ ഇത് ഇയർലി ആയിരിക്കും 75,000. ഹെൽപ്പർ അലവൻസ് 75,000 പെർ മന്ത്. ഹെൽപ്പർ അലവൻസിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ എത്രയാണോ ആ ഒരു പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അത് നമുക്കിതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റും. ഹെൽപ്പർ അലവൻസ് കിട്ടിയ എമൗണ്ടിൽ നിന്ന് എത്രയാണോ സ്പെൻഡ് ചെയ്തത് അതിന് വേണ്ടി അത് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. ബാക്കി എമൗണ്ട്, ബാലൻസ് എമൗണ്ടിന് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. സോ ഇവിടെ 7,500 പെർ മന്ത് എന്നാണ് പറയുന്നത്. അതിന് ഇയർ ആക്കണം. ഹി അപ്പോയിൻറ്റഡ് എ പാർട്ട് ടൈം ഹെൽപ്പർ ആൻഡ് എ മന്ത്ലി സാലറി 5,000 പെർ മന്ത്. സോ അയാൾ കൊടുത്തിരിക്കുന്ന പൈസയും തന്നിട്ടുണ്ട്, അയാൾക്ക് കിട്ടിയ പൈസയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇയർ ആക്കുക, മൈനസ് ഇയാൾ സ്പെൻഡ് ചെയ്തത് ഇത്രയാണ്. സോ ഇതിനെയും ഇയർ ആക്കിയിട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 75,000 ഇൻറ്റു 12 മൈനസ് 50,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ പറയാം. കൺവെയൻസ് അലവൻസ് 3,000 പെർ മന്ത്. കൺവെയൻസ് അലവൻസ് ഓൾറെഡി പറഞ്ഞതാണ്. കൺവെയൻസ് അലവൻസ് ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട, ബാക്കിക്ക് ടാക്സ് കൊടുക്കണം. സോ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് 3,000 പെർ മന്ത് ആണ്. ഇൻറ്റു 12 ചെയ്യണം. ഹി ഹാസ് യൂസ്ഡ് എ കാർ. കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ട്രാൻസ്പോർട്ട് അലവൻസ് വരും കേട്ടോ. അത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവിടെ പോകുന്ന വരെയുള്ള ആ ഒരു ഫെസിലിറ്റി, ആ ഒരു മീറ്റ് ചെയ്യാനുള്ള ആ അലവൻസ്. ഹി ഹാസ് എ കാർ യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൾസോ ആൻഡ് സ്പെൻഡ് ₹5,000 പെർ മന്ത്, 50% ഓഫ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ കൺവെയൻസ്. സോ കൺവെയൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ കാറിന് സ്പെൻഡ് ചെയ്ത പൈസ 5,000 പെർ മന്ത് ആണ്. അതിൻ്റെ പകുതി ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യുന്നു. സോ അതിൻ്റെ പകുതി കൺവെയൻസ് അലവൻസ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. അതും ചെയ്ത് കാണിച്ചു തരാം. ഇയാൾക്ക് 3 കുട്ടികളുണ്ട്. ഹി ഹാസ് 3 ചിൽഡ്രൻ, 2 ഓഫ് ദം സ്റ്റഡിങ് ഇൻ കോളേജ് ആൻഡ് 1 ഇൻ സ്കൂൾ. എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ അലവൻസും കിട്ടുന്നതുമ്പോൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല, സ്കൂളാണോ കോളേജാണോ. ഓക്കെ, ഓൾ ഓഫ് ദം സ്റ്റേയിങ് ഇൻ ഹോസ്റ്റൽ. സോ ഹോസ്റ്റലിലും താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എംപ്ലോയർ has granted him education allowance ₹500 per month for each child. 500 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഈച്ച് ചൈൽഡിന് കൊടുക്കുന്നുണ്ട്. സോ 500 പെർ മന്ത് ഇയറാക്ക ഇൻറ്റു 12 ചെയ്യണം ഓരോ കുട്ടിക്കും. അപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇയാൾക്ക് 3. അപ്പോൾ ഇൻറ്റു 3 ഇയാൾക്ക് കിട്ടുന്നത്. അതും പറയാം. ഡ്യൂറിങ് ദ ഇയർ വാസ് ട്രാൻസ്ഫർ ടു ദ ഹിൽ സ്റ്റേഷൻ ഓഫ് എ കമ്പനി 12,000 meters ഓർ എബോവ് ദ സീ ലെവൽ. സീ ലെവലിന് 12,000 meter എബോവ് ദ സീ ലെവലാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ നോക്കിയ സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൽ കാണാം. എബോവ് 10,000 meter ആണെങ്കിൽ 3,000 പെർ മന്ത് എക്സംഷൻ നമുക്ക് കിട്ടും. മണിപ്പൂരാണ് ഇയാൾ ജോലി ചെയ്യുന്ന, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടില്ല. ഇതിലേതെങ്കിലും ആണ് ഇയാൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഇത്ര വെച്ചിട്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ബട്ട് ഇവിടെ 12,000 meter ഓർ മോർ എബോവ് പറയുന്നത്. ബട്ട് ഇവിടെ 10,000 meter കഴിഞ്ഞാൽ 300 പെർ മന്ത് ആണ് നമ്മുടെ എക്സംഷൻ ലിമിറ്റ്. സോ അതും നമ്മൾ നോക്കാം. ആൻഡ് ഹിൽ അലവൻസ് 10 മാസത്തേക്കേ കിട്ടിയിട്ടുള്ളൂ, 500 പെർ മന്ത്. ഓക്കെ, കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി അസ്യൂമിങ് ദാറ്റ് ഹി പെയ്ഡ് ഇൻകം ടാക്സ് 60,000 ആൻഡ് പ്രൊഫഷണൽ ടാക്സ് 2,500. ഇൻകം ടാക്സ് പേ ചെയ്താൽ ഡിഡക്ഷൻ കിട്ടൂല, പ്രൊഫഷണൽ ടാക്സിന് മാത്രമേ ഡിഡക്ഷൻ കിട്ടൂ. ഈ ഇൻകം ടാക്സ് പെയ്ഡ് എവിടെ എടുക്കണം എന്ന് ചോദിച്ചാൽ എവിടെ എടുക്കണ്ട. നമ്മുടെ ശങ്കരല്ലയുടെ പേര് ശങ്കർ, അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇൻകം ടാക്സ് കൊടുത്താൽ ദർ ഇസ് നോ ബെനിഫിറ്റ്. അപ്പോൾ ടാക്സബിലിറ്റീൻ്റെ കൂട്ടത്തിലൊന്നും വരില്ല. ഓക്കെ, ടാക്സബിലിറ്റീൻ്റെ കൂട്ടത്തിൽ വരില്ല. പിന്നെ ഡിഡക്ഷനാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അയാൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തതാണ്. സോ ഹി ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ. ബട്ട് ഡിഡക്ഷനും കിട്ടൂല. ഡിഡക്ഷൻ ഈസ് ഓൺലി ഫോർ പ്രൊഫഷണൽ ടാക്സ്. ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഒരു തവണ വായിച്ചെന്ന് വിചാരിക്കുന്നത്. സാലറി ഇയർലി ആക്കിയിട്ടുണ്ട്.
കമ്മീഷൻ ഇയർലി ആണ് തന്നത്. ഹെൽപ്പർ അലവൻസ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 7500 ഇൻറ്റു 12. അതിൽ നിന്ന് അയാൾ സ്പെൻഡ് ചെയ്തത് 5000 ഇൻറ്റു 12. സോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ബാക്കി വേണം. ഹെൽപ്പർ അലവൻസ് കിട്ടിയിരിക്കുന്നത് അയാൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 500. സോ കൺവെയൻസ് അലവൻസ് ആണ് അടുത്തത്. അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 3000 പെർ മന്ത്. സോ അതിനെ ഇയർലി ആക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് അയാൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്, അയാൾ സ്പെൻഡ് ചെയ്തത് 5000 പെർ മന്ത് ആണ്. അപ്പം സ്പെൻഡ് ചെയ്തത് അപ്പോൾ 5000 ഇൻറ്റു മന്ത് 60,000 കിട്ടും. അതിൽ ഇത് ഇത് ഒഫീഷ്യലും പേഴ്സണലും ഒക്കെ ഉണ്ട്. അതിൽ ഒഫീഷ്യൽ പർപ്പസിന് അയാൾ എന്താ സ്പെൻഡ് ചെയ്തതാണ് ഇതിൻ്റെ പകുതി. അപ്പോൾ ആ 30,000ൽ നിന്ന്, അതായത് 60,000ൻ്റെ പകുതി, 50% എന്ന് പറഞ്ഞാൽ പകുതി. സോ ആ ബാക്കി പൈസക്ക് മാത്രം എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, 6000. അടുത്തത് എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ റൂള് ശ്രദ്ധിച്ചോ. കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്നൊന്നും ഉള്ളതിനൊരു പ്രശ്നമല്ല. ടാക്സിൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എഡ്യൂക്കേഷൻ അലവൻസിന് 100 രൂപ മാസത്തിൽ കിട്ടും. സോ ഇയർലി കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 12, 2 കുട്ടിക്ക് വെച്ചിട്ടാണ് കിട്ടുള്ളൂ. ഇതാണ് എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ എക്സംഷൻ ലിമിറ്റ് ആസ് പെർ ടാക്സ് റൂൾ. ഓക്കെ, 2400 കിട്ടാം. 2400 അയാൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ്. എന്തിന്? എഡ്യൂക്കേഷൻ അലവൻസ്. ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ 300 പെർ മന്ത് കിട്ടും. അതിനെ ഇയർലി ആക്കാൻ 12, 2 കുട്ടികൾക്കാണ് ഇൻകം ടാക്സ് ഈ ഒരു എഡ്യൂക്കേഷൻ അലവൻസ് എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 7200 ആണ് ഇതിൽ വരിക. സോ ഇതാണ് ടാക്സിൻ്റെ എക്സംഷൻ ലിമിറ്റ്. ഇവിടെ നമ്മുടെ എംപ്ലോയി ശങ്കർക്ക് കിട്ടിയിരിക്കുന്നത് he granted 500 per month for each child. സോ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് 500 ഇൻറ്റു 12 മന്തിന് ഇയർ ആക്കി. ഇൻറ്റു ഇയാൾക്ക് എത്ര കുട്ടികളുണ്ട്? 3. ഈച്ച് ചൈൽഡിന് വെച്ചിട്ട് നമ്മൾ എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. സോ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് 18,000 രൂപയാണ്. ഓക്കെ, ഇത് എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, ബട്ട് ഇയാൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു എക്സംഷൻ 2400 എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ വകയുള്ള എക്സംഷനും ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് ഹോസ്റ്റൽ അലവൻസും ഇതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ ഇതിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഓക്കെ, സോ അതുവരെ നിങ്ങൾക്ക് ഇത് രണ്ട് സെപ്പറേറ്റ് തരും കേട്ടോ. അടുത്തത് എക്സാമ്പിൾ മുതൽ ഈ എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ അലവൻസും വേറെ ഉണ്ട്. നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇനി ഇങ്ങനെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വഴിയിൽ എഴുതണം. ഇതെവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു. സോ ഞാനതിവിടെ എഴുതിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് 18,000, എക്സംഷൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ 2400, ഹോസ്റ്റൽ അലവൻസിൻ്റെ 7200. സോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത വരുന്നത് ഹിൽ അലവൻസ് ആണ്. ഹിൽ അലവൻസ് 10 മാസത്തേക്കേ ഉള്ളൂ, ശ്രദ്ധിക്കണം. സോ 5500 പെർ മന്ത് ആണ്. സോ 500 ഇൻറ്റു 10 ചെയ്യണം, 12 ചെയ്ത് പോകരുത്. സോ 5000 മൈനസ് നമ്മുടെ എക്സംഷൻ ലിമിറ്റ് അബവ് 10,000 ആയതുകൊണ്ട് 300 ഇൻറ്റു 10 ആണ്. സോ ഇവിടെയും 12 എടുത്തു പോകരുത്. ഞാൻ ആദ്യം 12 എന്ന് എഴുതി പോയിട്ടുണ്ട്. സോ 300 ഇൻറ്റു 10 3000. സോ ബാക്കി വേണം ടാക്സിബിൾ എമൗണ്ട്. ഇനി ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെ താഴെയും ഡിഡക്ഷൻസിൻ്റെ സ്ഥലവും കൂടെ നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഡിഡക്ഷൻ്റെ സ്ഥലം ഇവിടെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഡിഡക്ഷൻ എഴുതി ഇതും കൂടെ അവിടെ എഴുതിയിട്ട് അവിടെ വെച്ചോളൂ. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് ലെസ് ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തും ഈ ഒരു സാധനം ഉണ്ടാവും, 50,000. പ്രൊഫഷണൽ ടാക്സ് ഇവിടെ എംപ്ലോയി ആണ് പേ ചെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹീ പെയ്ഡ് എന്നാണ് പറയുന്നത്. ഹീ പെയ്ഡ് എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയി പേ ചെയ്തത് കൊണ്ട് ഇവിടെ മാത്രം എടുത്താൽ മതി. ഇനി എംപ്ലോയറാ പേ ചെയ്തതെന്ന് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഈ 2500 ഈ ടാക്സബിലിറ്റീൻ്റെ കൂട്ടത്തിലും കൂടെ കാണിക്കണം. ബട്ട് ഇവിടെ എംപ്ലോയി ശങ്കറാണ് പേ ചെയ്തത്. എന്നിട്ട് ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്തു, ഇവിടെ ഇട്ടു. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നെറ്റ് സാലറി അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി കിട്ടി. ഇതുപോലെ വേണം ചെയ്യാൻ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ടെക്സ്റ്റ് ബുക്കിനെ കോപ്പി ചെയ്താൽ. അവർ ഇല്ലാത്തതൊന്നും എഴുതുമൊന്നുമില്ല. നിങ്ങളിത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ നൗ ഇല്ലുസ്ട്രേഷൻ നമ്പർ 29. ഓക്കെ നൗ ഇല്ലുസ്ട്രേഷൻ നമ്പർ 29. അശോക് ചെന്നൈയിൽ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, അതിനുശേഷം വീഡിയോ കാണാം. മിസ്റ്റർ അശോക് എംപ്ലോയിഡ് ഇൻ ചെന്നൈയിലാണ്. പാക്കേജ് സാലറി 10 lakh ആണ്. കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ് സാലറി. ആനുവൽ പാക്കേജ് സാലറി ഓഫ്
10 lakh. സോ ആ 10 ലക്ഷം എങ്ങനെയാണ് കിട്ടിയെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ തന്നിരിക്കുന്നത് ഇയർലി ആണ്. സോ ബിക്കോസ് ഇറ്റ് ഇസ് ആനുവൽ പാക്കേജ്. ബേസിക് സാലറി 7 ലക്ഷം ഒന്നും അതേപടി എഴുതണം. ട്രാവലിംഗ് അലവൻസ് ഒഫീഷ്യൽ പർപ്പസിനും ടൂറിനും ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട, ബാക്കി ടാക്സ് കൊടുക്കണം. മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. സ്പെഷ്യൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. അതിൻ്റെ തിയറി ഭാഗം എടുത്ത് നോക്കി അവിടെ ഈ രണ്ടെണ്ണം കാണാൻ പറ്റും. സ്പെഷ്യൽ അലവൻസ് അവിടെ ഉണ്ടോയെന്ന് അറിയില്ലേ, ഉണ്ടെന്ന് തോന്നി. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ കേട്ടോ. ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഇതിൽ റിവൈസ് ചെയ്യും. RPFൻ്റെയും നമ്മൾ ഈ ഒരു ഇലുസ്ട്രേഷനിൽ ഈ രണ്ട് പാർട്ട് HRAൻ്റെയും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും ഇതിൽ നമ്മൾ റിവൈസ് ചെയ്യും. അടുത്തത് ഡിപ്പോസിറ്റ് ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഡിപ്പോസിറ്റ് ആര് ഡിപ്പോസിറ്റ് ചെയ്തു? ഇത് എംപ്ലോയർ, കമ്പനി കൊടുത്ത കാര്യമാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. കമ്പനീൻ്റെ ആനുവൽ പാക്കേജിലുള്ള കാര്യം. സോ ഈ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്, ഈ ഡിപ്പോസിറ്റ് നടത്തിയിരിക്കുന്നത് എംപ്ലോയറാണ്. എംപ്ലോയർ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ട് എന്തെങ്കിലും നിക്ഷേപിച്ചാൽ 1,50,000 വരെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എത്രയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്? 8,000. സോ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. അതുകൊണ്ട് എക്സംപ്റ്റഡ്. ഇതിൽ കൂടുവാണെങ്കിൽ ടാക്സബിൾ. മിസ്റ്റർ അശോക് ലിവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ് പേയിങ് മന്ത്ലി റെൻ്റ് ഓഫ് 15,000. ഈ HRA കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് തന്നിരിക്കുന്നത്. ഡ്യൂറിങ് ദ ഇയർ 2021 ഹീ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് 2,000. എംപ്ലോയ്മെൻറ്റ് ടാക്സ് 2,000 അടച്ചിട്ടുണ്ട്. സാലറി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നേരത്തെ പറയാൻ മറന്നുപോയി, ഹെഡിങ് നിർബന്ധമായിട്ടും കൊടുക്കണേ. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ഫോർ ദി ഒന്നിക്ക് അസസ്മെൻറ്റ് ഇയർ 21-22 എന്ന് എഴുതുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 2021, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ 2021. എന്തെങ്കിലും ഒരു ഇയർ ഇവിടെ മെൻഷൻ ചെയ്യണം, പറയാൻ മറന്നു. അപ്പോൾ നമുക്ക് ഇലുസ്ട്രേഷൻ നമ്പർ 29 എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അതേപടി എഴുതാം, ഒന്നും ചെയ്യേണ്ടതില്ല. ട്രാവലിംഗ് അലവൻസ് ഒഫീഷ്യൽ പർപ്പസിനാണോ ഒന്നും ഇവിടെ പറയുന്നില്ല, ഇല്ലല്ലോ. ട്രാവലിംഗ് അലവൻസ് നിങ്ങൾക്കറിയാം, ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ ടൂറിൻ്റെ പർപ്പസിനാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇവിടെ കമ്പനി കൊടുത്തതാണ്. സോ ട്രാവലിംഗ് അലവൻസ് ഓഫീസ് പർപ്പസ് ആണ് എന്നുള്ള അസംഷനിൽ ഇവിടെ നില്ലെന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നോട്ട് കൊടുക്കുക, ട്രാവലിംഗ് അലവൻസ് ഇസ് ഗിവൺ ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഓക്കെ. നൗ മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. സോ ഇവിടെ അതേപടി എഴുതണം. സ്പെഷ്യൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്, അതേപടി എഴുതണം. അപ്പോൾ സ്പെഷ്യൽ അലവൻസ് പറഞ്ഞു. ഹൗസ് റെൻ്റ് അലവൻസ് ആണ് അടുത്തത്. ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ റൂള് നോക്കാം. ഹൗസ് റെൻ്റ് അലവൻസ് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? വാടക കൊടുത്തിട്ടാണ് എംപ്ലോയി താമസിക്കുന്നതെങ്കിൽ മാത്രമേ ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുള്ളൂ. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു റെൻറ്റും കൊടുക്കാണ്ട് താമസിക്കുന്ന എംപ്ലോയിക്ക് എന്ത് കിട്ടൂല? ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ എക്സംഷൻ കിട്ടൂല. ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടൂല എന്നല്ല, ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുവാണെങ്കിൽ എന്നിട്ട് അയാളെ സ്വന്തം വീട്ടിൽ താമസിക്കുവാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഹൗസ് റെൻ്റ് അലവൻസ് അയാൾക്ക് 1,20,000 കിട്ടി. ഇവിടെ റെൻറ്റ് കൊടുക്കുന്ന ഒന്നും പറയുന്നില്ല. അയാൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ടാക്സബിൾ എഴുതണം. ബട്ട് ഇവിടെ ഈ കേസിൽ ഇയാൾ റെൻറ്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എക്സംഷൻ കിട്ടും. സോ എക്സംഷൻ കിട്ടുന്നത് കിട്ടിയിരിക്കുന്ന HRA റിസീവ്ഡ് നിന്ന് ഇതിലുള്ള ലീസ്റ്റ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. ഒന്ന് എമൗണ്ട് ഓഫ് HRA തന്നെ, രണ്ട് റെൻറ്റ് പെയ്ഡ് എടുക്കുക, അതിൽ നിന്ന് സാലറീൻ്റെ 10% മൈനസ് ചെയ്യണം. മൂന്നാമത്തതിൽ ഒന്നിക്ക് 50% ഓഫ് സാലറി അല്ലെങ്കിൽ 40% ഓഫ് സാലറി. 50% എപ്പോഴാണ്? മുംബൈയിൽ, കൊൽക്കത്തയിൽ, ഡൽഹിയിൽ, ചെന്നൈയിൽ, ഈ 4 സ്റ്റേറ്റ്സിലാണ് താമസിക്കുന്നതെങ്കിൽ 50% ഓഫ് ദ സാലറി എക്സംഷൻ കിട്ടും, അല്ലെങ്കിൽ 40% ഓഫ് സാലറി. ഓക്കെ. സോ ഇയാൾ ചെന്നൈയിലാണ് ഉള്ളത്. ചെന്നൈയിലാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് കിട്ടും? ലാസ്റ്റത്തേൽ 50%. സോ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. ഈ കേസിൽ സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ 10% ഓഫ് സാലറി, 50% എന്നൊക്കെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DP അല്ലെങ്കിൽ ഡിയർനെസ് ചെലവ് ഫോമിംഗ് പാർട്ടായിരിക്കണം അലവൻസ്, പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ഓർ സെയിൽസ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് എഴുതാം. HRA റിസീവ്ഡ് എഴുതാം. ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംഷൻ: HRA റെൻറ്റ് പെയ്ഡ് 10% ഓഫ് സാലറി ആൻഡ് 50% ഓഫ് സാലറി. ഇനി സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ നമുക്ക് വരുന്നത് ബേസിക് സാലറി മാത്രമാണ്, വേറൊരു ഐറ്റവും ഇല്ല. സോ ദിസ് വൺ ഈസ് അവർ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRA. ഇവിടെ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ടില്ല, ഡിയർനെസ് പേ ഇല്ല, കമ്മീഷൻ പെർസെൻറ്റേജിൽ തന്നിട്ടുമില്ല. സോ ഇവിടെ നമ്മൾ എഴുതും 10% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ 7 ലക്ഷം. ബേസിക് പേ 7 ലക്ഷത്തിൻ്റെ, സോ 70,000.
റെൻ്റ് പെയ്ഡ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? മന്ത്ലി 15,000 എന്നാണ് തന്നിരിക്കുന്നത്. സോ 15,000 ഇൻറ്റു 12 ചെയ്യാം. 15,000 ഒരു മാസത്തേക്ക് ഇൻറ്റു 12. വേറെ ഡേറ്റും കാര്യവും ഒന്നും തന്നിട്ടില്ല. സോ ഫുള്ളി 12 എടുക്കുക. നമുക്ക് 1,80,000 കിട്ടുക ചെയ്താൽ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,10,000 കിട്ടും. അടുത്തത് 50% ഓഫ് സാലറി ആണ്. അപ്പോൾ സാലറി ഇവിടെ 70,000 ആണ്. 70,000ൻ്റെ നേരെ പകുതി. സോ 3,50,000. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എക്സംഷൻ കിട്ടും. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇതാണ്. സോ അതിവിടെ എഴുതാം. സോ ടാക്സബിൾ ഇതാണ് നമ്മുടെ HR കിട്ടിയിരിക്കുന്നത്. അതിൽ ഇത്ര എക്സംഷൻ കിട്ടും. ബാക്കി 10,000 രൂപയ്ക്ക് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. സോ ആ HR ഇവിടെ എഴുതിയിട്ടുണ്ടോ 10,000. സോ കാൽക്കുലേഷൻ വർക്കിംഗ് നോട്ട്സിൽ കാണിക്കണം. ഡിഡക്ഷൻ വരെ ഇവിടെ എഴുതി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബട്ട് നിങ്ങളെ ഇഷ്ടം, കുഴപ്പമില്ല. അടുത്തത് RPFൻ്റെ റിവിഷനാണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 12% വരെ ടാക്സബിൾ അല്ല. സാലറീൻ്റെ 12% വരെയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ടാക്സബിൾ അല്ല. ഇനി ഇൻട്രസ്റ്റിൻ്റെ കേസ് ആണെങ്കിൽ ഇൻ എക്സസ് ഓഫ് 9.5% ഓഫ് ഈ ഒരു എമൗണ്ട്, PF നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ 9.5% വരെ ടാക്സബിൾ അല്ല. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, നില്ലാണ്. ടാക്സബിലിറ്റി നില്ലാണ്. മാത്രമല്ല അയാൾക്ക് 80Cന്ന് ഡിഡക്ഷൻ കിട്ടും. സാലറി ഹെഡിൽ ഈ ഡിഡക്ഷൻ കാണിക്കേണ്ട കാര്യമില്ല. ബട്ട് സാലറി ഹെഡിൽ അത് ടാക്സബിൾ അല്ല. ഇനി ആ സമയത്ത് എന്തെങ്കിലും ഒരു ലംസം എമൗണ്ട് കിട്ടുവാണെങ്കിൽ RPFന്ന് ബൾക്കായിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടുവാണെങ്കിൽ ഇത് എക്സംഷൻ ആണ്. സാലറി ഹെഡിൽ ഒന്നും ചെയ്യേണ്ട, നോട്ട് ടാക്സബിൾ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന പോയിന്റ്സ്. ഇനി ഇതിൽ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി എന്നൊക്കെ കാണാം. സാലറി മീൻസ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് അല്ലെ ഡിയർനെസ് പേ, ഫോമിംഗ് പാർട്ട് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ്റെ സംഭവങ്ങൾ. ഓക്കെ, സോ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കാം. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു PF. ഞാനിതെന്താ നിങ്ങളോട് പറഞ്ഞത്? എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. സോ ഈ ഒരു സ്ഥലത്ത് എഴുതണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് കാണാം. ദി എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF. എന്തുകൊണ്ട് എഴുതി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF, എംപ്ലോയി എന്തെങ്കിലും ഒരു പൈസ RPFൽ നിക്ഷേപിച്ചാൽ അത് ടാക്സബിൾ അല്ല. ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ എന്തിനെഴുതിയെന്ന് ചോദിച്ചാൽ, ഇത് എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ഈ പൈസ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കമ്പനിയാണ്. നോക്കിയാട്ടെ, കമ്പനി മൊത്തത്തിലായിട്ട് 10 ലക്ഷം കൊടുക്കുന്നതിൽ എന്തെല്ലാം പെട്ടിട്ടുണ്ട് എന്ന് അതിൽ പറയുന്നത്. അപ്പം ഈ 10 ലക്ഷത്തിൽ പെട്ട ഈ 60,000 അടച്ചതാരായിരിക്കും? എംപ്ലോയർ, അതായത് നമ്മുടെ കമ്പനിയാണ് ഈ 60,000 അടച്ചത്. ആർക്ക് വേണ്ടി? എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ആരടച്ചു? കമ്പനി അടച്ചത് കൊണ്ടാണ് ഇവിടെ അത് ടാക്സബിലിറ്റിയിൽ വന്നത്. അല്ലാത്ത കേസിൽ എംപ്ലോയി സ്വമേധയാ എംപ്ലോയിയുടെ സാലറി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ഈ കേസിൽ കമ്പനി ഇയാൾക്ക് ഇത് കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇവിടെ ടാക്സബിലിറ്റി വന്നിരിക്കുന്നത്. അടുത്തത് കമ്പനീൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ 60,000 തന്നിട്ടുണ്ട്. സോ ഇത് 12% ഓഫ് സാലറീൻ്റെ മുകളിലാണെങ്കിൽ അത്രയും എമൗണ്ട് ടാക്സബിൾ. അപ്പോൾ 12% ഓഫ് സാലറി കണ്ടുപിടിക്കണം. സാലറി നമുക്കറിയാം, ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് സാധനം. അപ്പം 7 lakhൻ്റെ 12% കാണാം. 84,000 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. 84,000 വരെ ആണെങ്കിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ എത്രയേ ഉള്ളൂ? 60,000 മാത്രം. അതുകൊണ്ടാണ് ഇവിടെ നില്ലെന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 54,000 കിട്ടിയതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 54 കിട്ടിയതെങ്കിൽ ഇവിടെ അയാൾ 60,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6,000 എവിടെ വരും? ടാക്സബിലിറ്റീൻ്റെ കേസിൽ വരും. ഓക്കെ, സോ അതും റിവൈസ് ആയിട്ടുണ്ട്. RPF നൗ ഡിപ്പോസിറ്റ് അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് പറഞ്ഞില്ലേ, 1,50,000 വരെ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അപ് ടു 1,50,000 എക്സംപ്റ്റഡ് ആണ്. അപ് ടു 1,50,000 ടു സൂപ്പർ ആനുവേഷൻ, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആണെങ്കിൽ എക്സംപ്റ്റഡ്. ഇവിടെ 8,000 ഉള്ളൂ. സോ എക്സംപ്റ്റഡ്. ഇനി ഇതൊക്കെ ആഡ് ചെയ്യുക. ഗ്രോസ് സാലറി കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാ എംപ്ലോയീസിനും കിട്ടും. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നു ബൈ ദി എംപ്ലോയി ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മുകളിലാണ് ഈ
പ്രൊഫഷണൽ ടാക്സ് തന്നതെങ്കിൽ ഇവിടെയും കൂടെ എഴുതണം. അത് എംപ്ലോയറാ പേ ചെയ്തതെന്ന് തോന്നിയാൽ ഇവിടെ എഴുതണം, എന്നിട്ട് ഇവിടുന്ന് ലെസ് ചെയ്യണം. ബട്ട് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ആരാ പേ ചെയ്യുന്നത്, ഹീ പെയ്ഡ്, ആരാ അശോകാണ് പേ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ മാത്രം വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെയും വർക്കിംഗ് നോട്ട്സ് ഒക്കെ കാണിക്കണം. ഇത് ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ ഇത് ടാക്സബിൾ വരുമ്പോൾ അയ്യോ എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. ടാക്സബിൾ ആണെന്ന് പറയാൻ പാടില്ല. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 30. ഓക്കെ, ഇതിൽ നമ്മൾ റിവൈസ് ചെയ്യുന്ന പോയിന്റ് മെയിനായിട്ട് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും. പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻ വരുന്നുണ്ട്. RPF ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മൾ കാറിൻ്റെ ഒരു ചെറിയൊരു പാർട്ടും കൂടെ റിവൈസ് ചെയ്യും. ഇല്ലുസ്ട്രേഷൻ നമ്പർ 30 മിസ്റ്റർ ഹാഷിമിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒരു തവണ വായിച്ചിട്ട് വീഡിയോ കാണാം. ബേസിക് സാലറി 30,000 പെർ മന്ത് ആണ്. സോ 30,000 × 12 7,20,000 ഇവിടെ വരും. ഡിയർനെസ് അലവൻസും പെർ മന്താണ് തന്നിരിക്കുന്നത്. സോ 5,000 × 12 60,000 ഇവിടെ വരും. ബോണസ് പെർ ആനം ഇയർലിയാണ് തന്നത്. സോ 25,000 ഇവിടെ എഴുതണം. ഓക്കെ ആണേ. അടുത്തത് റെൻറ്റ് ഫ്രീ ഹൗസ് ലക്നൗവിൽ കൊടുക്കുന്ന പോപ്പുലേഷൻ മോർ ദാൻ 25 ലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറും കൂടെ അടക്കമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ കാണാം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും വഴിയെ. സോ ഞാനിവിടെ RFA എന്നൊരു സ്പേസ് അവിടെ വിട്ടിട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, സോ ഇത് ഞാൻ ഓൾറെഡി ചെയ്തു പോയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇത് 3 എഴുതി RFA എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് RFA എന്ന് ഇടുക. ഇവിടെ എമൗണ്ട് എഴുതണ്ട, RFA അവിടെ ഇട്ട് വെക്കണം. എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. RFAൻ്റെ കാൽക്കുലേഷൻ ചെയ്യണ്ട, പിന്നെ ചെയ്യും നമ്മൾ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. സോ അടുത്തത് അത് എഴുതുക. അത് അതേപടി ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നിരിക്കുന്നത് ഹെൽപ്പർ അലവൻസ് ആണ്. സോ ഹെൽപ്പർ അലവൻസ് ഫുള്ളി സ്പെൻഡ് ആണ്. സോ ഒന്നും ടാക്സബിൾ അല്ല. അപ് ടു സ്പെൻഡ് ചെയ്ത് വരെ ടാക്സ് കൊടുക്കണ്ട. ഇവിടെ നീ കിട്ടിയതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഹെൽപ്പർ അലവൻസ് നില്ല് കാണിച്ചത് അതിൻ്റെ റീസൺ അതാണ്. അടുത്തത് മിസ്റ്റർ ഹാഷിം കോൺട്രിബ്യൂട്ട് 50% ഓഫ് സാലറി ടു RPF. ഹാഷിം ആരാ, എംപ്ലോയി RPFിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സോ ഈ ഒരു പാർട്ട് നോട്ട് ടാക്സബിൾ. എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് ഈക്വൽ എമൗണ്ട്. അപ്പോൾ എംപ്ലോയറും എത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, 15% ഓഫ് സാലറി എംപ്ലോയറും RPFിലോട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. സോ എംപ്ലോയർക്ക് എത്ര വരെ നിക്ഷേപിച്ചാൽ ടാക്സ് കൊടുക്കണ്ട, 12% വരെയാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. സോ ഇവിടെ 15% ഇട്ടിട്ടുണ്ട്, 12% വരെ ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ 3% നിക്ഷേപത്തിന് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. കാൽക്കുലേഷൻ പറയാം. അതും അതേപോലെ തന്നെ എഴുതി വെക്കണം. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF നിൽ കൊടുക്കണ്ട. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF അവിടെ സ്ഥലം അവിടെ ഒഴിച്ചു വെക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് അങ്ങനെ എഴുതിയിട്ട് ഇവിടെ സ്പേസ് അവിടെ വിട്ടു. ഇവിടെ എമൗണ്ട് കോളം ഫില്ല് ചെയ്യണ്ട. നൗ നെക്സ്റ്റ് ഹർ പെർമിഷൻ ടു യൂസ്, ദിസ് ഇസ് വാല്യുവേഷൻ ഓഫ് കാർ ആണ്. സോ കാറിന് എഴുതുക, സ്പേസ് അവിടെ ലീവ് ചെയ്യുക. നൗ നെക്സ്റ്റ് ഡ്യൂറിങ് ദ ഇയർ ഹാഷിം അലോങ് വിത്ത് ഫാമിലി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫാമിലി ടൂർ പോയിട്ടുണ്ട് ഷിലോങ്ങിൽ. കമ്പനിയാണ് ഇതിൻ്റെ ഫുൾ എക്സ്പെൻഡിച്ചർ എടുത്തിരിക്കുന്നത്. ഇത് ട്രാവലിംഗ് അലവൻസ് അല്ല, ദിസ് ഈസ് എ പെർക്വിസിറ്റ്സ്. ദിസ് ഈസ് ലീവ് ട്രാവൽ കൺസെഷൻ എന്നാണ് നമ്മളിതിന് പറയാം. ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഇതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ട്രാവലിംഗ് അലവൻസ് അല്ല. ഷിലോങ്ങിൽ അയാൾ ടൂർ പോയി അതിൻ്റെ കംപ്ലീറ്റ് ചിലവ് ആരെടുത്തു, കമ്പനി എടുത്തു. അല്ലാണ്ട് കമ്പനി ട്രാവലിന് വേണ്ടി ഇത്ര പൈസ അലവൻസ് കൊടുത്തു എന്നൊന്നുമല്ല പറയുന്നത്. ദിസ് ഇസ് ലീവ് ട്രാവൽ കൺസെഷൻ. ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. സോ ടാക്സബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പ്രൊഫഷണൽ ടാക്സ് ഹീ പെയ്ഡ്, അയാൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം. സോ നമ്മൾ ഇവിടം വരെ എഴുതുക, ഗ്രോസ് സാലറി എഴുതുക, ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പ്രൊഫഷണൽ ടാക്സ് ഇവിടം വരെ എഴുതി എമൗണ്ട് ഒന്നും ഫില്ല് ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്യാൻ RFA ബാക്കിയുണ്ടായിരുന്നു, ഇതും ബാക്കിയുണ്ടായിരുന്നു, ഇതും ബാക്കിയുണ്ട്. ഈ 3 എണ്ണം ഉണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ. ഓക്കെ, സോ എപ്പോഴും RFAനെ അവിടെ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റിൽ RFAനെ അവിടെ വെക്കുക. സോ നമുക്ക് ആദ്യം ഇതോ ഞാനിവിടെ കാർ എടുക്കുവാണ്. സോ കാറിൻ്റെ ഫെസിലിറ്റീൻ്റെ നോക്കാം. ഇവിടെ കാറിന് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. കമ്പനി പെർമിഷൻ ടു യൂസ് ദ കമ്പനി കാർ. സോ കാറ് പ്രൊവൈഡ് ചെയ്തിരുന്നു. കാറിന് ആരെ കാറാ, എംപ്ലോയറിൻ്റെ കാറ്. ബിഗ് കാർ ആണോ, അതെ, 1.6 ലിറ്ററിൽ കൂടുതലാണ്. സോ ബിഗ് കാർ എംപ്ലോയർ കാറ് 2 പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ഡ്രൈവർ ആര് മെറ്റ് ചെയ്യുന്നു, കമ്പനി മെറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞതാണ്, ഞാൻ ആ പാർട്ട് മാത്രം റിവൈസ് ചെയ്യും. എംപ്ലോയറെ കാറ് എംപ്ലോയർ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു,
പാർട്ട്ലി ഫോർ ഓഫീസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസ് ആണ്. കാർ ബിഗ് ആണ്, ഡ്രൈവറിന് കൊടുക്കുന്നുമുണ്ട്. സോ ഇതാണ് നമ്മളെ സിനാരിയോ. സോ ബിഗ് കാർ ആണെങ്കിൽ ടാക്സബിൾ വാല്യൂ, ബിഗ് കാർ ആണെങ്കിൽ ടാക്സബിൾ വാല്യൂ 2400 പെർ മന്ത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ എമൗണ്ട് തന്നിനോ നിങ്ങൾ നോക്കേണ്ട കാര്യം. ഇവിടെ ഒരു എമൗണ്ടും തന്നിട്ടില്ല. ഇനി എമൗണ്ട് ഡ്രൈവറിന് 12,000 കൊടുത്തു, അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ടാക്സബിൾ വാല്യൂ ഈസ് 2400 പെർ മന്ത്. ഡ്രൈവർ ഉണ്ടെങ്കിൽ അയാളെ 900 പെർ മന്ത് വെച്ചിട്ട് ടാക്സബിലിറ്റി നമ്മൾ കാണണം. അതായത് ഇവിടുത്തെ കേസ് പറയുവാണെങ്കിൽ 2400 ഇൻറ്റു 12 കൊടുക്കണം, 900 ഇൻറ്റു 12, ഇത്രയും ആയിരിക്കും ടാക്സബിൾ വാല്യൂ. സോ അതും കാൽക്കുലേഷൻ നിങ്ങൾ താഴെ അവിടെ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതതിൻ്റെ സൈഡിൽ ഇതിവിടെ എഴുതിയതുപോലെ എഴുതാം. 2400 ഇൻറ്റു 12 പ്ലസ് 900 ഇൻറ്റു 12 ഇത് തന്നെയാണ്, രണ്ടും ഒരുമിച്ച് എടുത്തുന്നേലും കോമൺ. സോ ഇതും കിട്ടി, കാറ് കിട്ടി. ഇനി അടുത്തത് നമ്മുടെ RPF വരുന്ന കോൺട്രിബ്യൂഷൻ ആണ്. സോ കോൺട്രിബ്യൂഷൻ ടു RPF ഇൻ എക്സസ് ഓഫ് 12% ടാക്സബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ സാലറി വേണം. സാലറി ഫോർ ദിസ് പർപ്പസസ് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ടല്ല, അപ്പോൾ എടുക്കണ്ട. സോ ഇത് മാത്രമേ ഇവിടെ വരുള്ളൂ. സോ 7,20,000 7,20,000 12% കാണാം. ഇവിടെ വേറെ ഒന്നും വരാത്തതുകൊണ്ടാണ് 7,20,000 7,20,000 12% കണ്ട 86,400 വരിക, 86,400. ആൻഡ് ഇവിടെ ഇയാൾ കൊടുത്തിരിക്കുന്നത് 15% ഓഫ് സാലറി. സോ എഴുതുക 7,20,000 15% കാണാം. സോ ദാറ്റ് ഇസ് 10800. 15% ഓഫ് സാലറി. ഇതാണ് എംപ്ലോയർ എന്ത് ചെയ്തിരിക്കുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എത്രയാ, 10800. ഓക്കെ. ആൻഡ് ശരിക്കും എക്സംഷൻ എത്ര വരെ കിട്ടും, 12%. സോ ബാക്കി ടാക്സബിൾ. സോ 21,600 ടാക്സബിൾ. ഓക്കെ, ഇത് ഒരു വഴി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബട്ട് ഇത് ഞാൻ ഇവിടെ വേറൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ 15% ആണ് അയാൾ കൊടുത്തിരിക്കുന്നത്, 12% വരെ എക്സംഷൻ കിട്ടും. അപ്പം 3% ഓഫ് സാലറി ആണ് ടാക്സബിൾ. സോ സാലറി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 7,20,000. അതിൻ്റെ 3% കണ്ടാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതേ എമൗണ്ട് കിട്ടും. ഒന്നിക്ക് ഈ മെത്തേഡിൽ ചെയ്യുക, അല്ലെങ്കിൽ 15% കാണുക, 12% കാണുക, രണ്ടും ലെസ് ചെയ്യുക. സോ അത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ബട്ട് ഞാൻ ഇവിടെ ഡിഫറൻസ് എടുത്തിട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം. അതും കൂടെ ഞാൻ അവിടെ കൊണ്ടുവന്ന് എഴുതി. അപ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടില്ല, RFA ബാക്കിയുണ്ട്. സോ RFAൻ്റെ കാൽക്കുലേഷൻ്റെ റിവിഷൻ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ റെൻ്റൊന്നും കൊടുക്കാണ്ട് അവിടെ താമസിക്കുന്നു. റെൻറ്റ് ഫ്രീ മാത്രമല്ല, ചിലപ്പോൾ അയാൾ തിരിച്ച് എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് എംപ്ലോയർ എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങിക്കും, അതൊക്കെ ഡിഡക്ഷൻ വരും. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കുറേ കണക്ക് ചെയ്തതാണ്. സോ RFAൻ്റെ കേസിലാണെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, അതർ എംപ്ലോയി ആണെങ്കിൽ. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ലൈസൻസ് ഫീ തരും, അവിടെ സാലറി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈസൻസ് ഫീ ക്വസ്റ്റ്യനിൽ തരും. പിന്നെ ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ ആ കോസ്റ്റിൻ്റെ 10% ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ഫർണിച്ചറിൻ്റെ റെൻ്റാണ് കറക്റ്റായിട്ട് തന്നതെങ്കിൽ 10% കാണുന്നതിന് പകരം ഫർണിച്ചറിൻ്റെ റെൻ്റ് വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. ഇപ്പം ഇങ്ങനെ തന്നതെന്ന് വിചാരിച്ചോ, ഫർണിച്ചറിൻ്റെ കോസ്റ്റ് 10,000 തന്നിട്ടുണ്ട്, അപ്പോൾ 10% ആണ് നമ്മൾ എടുക്കുക ഇവിടെ. ബട്ട് റെൻറ്റ് കറക്റ്റായിട്ട് റെൻറ്റ് പേ ചെയ്തത് 5,000 ഫോർ ഫർണിച്ചറിന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുന്നതിൽ 5,000 റെൻറ്റ് പെയ്ഡ് വേണം എടുക്കാൻ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നോളും. അതർ എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ അക്കോമഡേഷൻ എംപ്ലോയറിൻ്റെ സ്വന്തമാണോ നോക്കണം. അക്കോമഡേഷൻ എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ലീസിന് എടുത്തിട്ടാണോ എംപ്ലോയിക്ക് കൊടുക്കുന്നത് നോക്കണം. ഹോട്ടലിലാണോ അക്കോമഡേഷൻ എന്ന് നോക്കണം. അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യണം. എപ്പോഴേ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യേണ്ടു, ഓൺഡ് ബൈ ദി എംപ്ലോയർ. വീട് എംപ്ലോയറിൻ്റെ, കമ്പനിയുടെ സ്വന്തം വീടാണെങ്കിൽ മാത്രം, ആ വീടാണ് എംപ്ലോയിക്ക് കൊടുത്തതെങ്കിൽ മാത്രം പോപ്പുലേഷൻ കൺസിഡർ ചെയ്താൽ മതി. പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 25 lakh ആണെങ്കിൽ 15%, 10 ലക്ഷത്തിൽ കൂടണം, അല്ലെ 10 ലക്ഷം 10 ലക്ഷത്തിൽ കൂടുക
25 ലക്ഷം 25 ലക്ഷത്ത് വരെയാണെങ്കിൽ 10%. ഇനി 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 7.5%. ഈ റിമോട്ട് ഏരിയ എന്നൊക്കെയാണ് ക്വസ്റ്റ്യനിലെങ്കിൽ അവിടെ നിങ്ങൾ ഏത് അപ്ലൈ ചെയ്യണം? 7.5% അപ്ലൈ ചെയ്യണം. ഫർണിഷ്ഡ് ആണെങ്കിൽ അതിൻ്റെ 10% ആഡ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിൽ ഫർണിച്ചറിൻ്റെ റെൻറ്റിൻ്റെ വാല്യൂ ആണെങ്കിൽ 10% എടുക്കരുത്, റെൻറ്റ് വേണം എടുക്കാൻ. അതും കുറച്ച് ക്വസ്റ്റ്യൻ ഇല്ലുസ്ട്രേഷനിൽ എവിടെയോ വരുന്നുണ്ട്. അക്കോമഡേഷൻ ലീസ് റെൻറ്റ് ബൈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എംപ്ലോയർ റെൻറ്റിനെടുത്ത വീട്ടിലാണെങ്കിൽ കാൽക്കുലേഷൻ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് കാണും ആദ്യം. എംപ്ലോയർ അടച്ച റെൻറ്റ് ക്വസ്റ്റ്യനിൽ അപ്പം തരും. അതും 15% ഓഫ് ദ സാലറി വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും ടാക്സബിൾ വാല്യൂ. ഇത് രണ്ടും ഏതാണോ കുറവ് അതായിരിക്കും RFAൻ്റെ വാല്യൂ കേട്ടോ. എക്സംഷൻ ഒന്നുമല്ല, ഇതിൽ രണ്ടിൽ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും റെൻറ്റ് ഫ്രീ. ഇവിടെ അങ്ങനെ തന്നെ ഫർണിച്ചറിൻ്റെ കേസ് ആസ് സെയിം. ഇനി ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ആണെങ്കിൽ 15 ദിവസം വരെ ഹോട്ടലിൽ താമസിച്ചാൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട. ഇനി ട്രാൻസ്ഫർ അല്ലെങ്കിൽ 15 ദിവസത്തിൽ കൂടുതൽ ട്രാൻസ്ഫർ ആയിട്ടും അയാൾ ഹോട്ടലിൽ താമസിച്ചാൽ 24% ഓഫ് ദ സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജസ്, ഇതിൽ ലീസ്റ്റ് ആയിരിക്കും നമ്മുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. ഇതും നമുക്കൊരു പ്രോബ്ലം ഇല്ലുസ്ട്രേഷനിൽ ഈ ഒരു ഹോട്ടലിൻ്റെയും വരുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട വില്ലൻ ഇവിടെ സാലറിയുടെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, സാലറിയുടെ കാൽക്കുലേഷൻ ആണ്. സോ സാലറിയുടെ കാൽക്കുലേഷൻ നമുക്ക് വൃത്തിക്കൊന്ന് നോക്കാം. കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ. ഞാനും ഇവിടെ ടെക്സ്റ്റ് ബുക്കിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി, ഞാനത് അതേപടി കോപ്പി ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ മാറ്റിയെടുക്കേണ്ടി വന്നു. ഓക്കെ, സി സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. സാലറി മീൻസ് ബേസിക് സാലറി പെടും. ഡിയർനെസ് അലവൻസ് ഡിയർനെസ് പേ സെയിം. ഫോമിംഗ് പാർട്ടാണെങ്കിൽ മാത്രമേ പെടുള്ളൂ ക്വസ്റ്റ്യനിൽ. ബോണസ് ആണ് വരും, ബോണസ് വരും, ഫീസ് വരും, കമ്മീഷൻ വരും. കമ്മീഷൻ ഫിക്സഡ് പെർസെൻറ്റേജ് ആയാലും വരും, എങ്ങനെ കമ്മീഷൻ തന്നാലും ഇവിടെ വരണം. പ്ലസ് ഫീ വരും. പിന്നെ എല്ലാ ടാക്സബിൾ അലവൻസുകളും ഇവിടെ വരും. എന്തൊക്കെ അലവൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഫുള്ളി ടാക്സബിൾ അലവൻസിൽ നിങ്ങൾ ഒരുപാട് അലവൻസ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഇവിടെ വരും. പാർട്ട്ലി ടാക്സബിളിൽ പാർട്ട് ടാക്സ് കൊടുക്കുന്ന ആ ഭാഗം ഇവിടെ വരും. ഓക്കെ, സോ നമ്മൾ എല്ലാ കാൽക്കുലേഷനും ചെയ്തിട്ട് വേണം RFAൻ്റെ കാൽക്കുലേഷനിലോട്ട് പോകാൻ. എന്നാൽ മാത്രമേ ഇവിടെ എന്തൊക്കെയാണ് അലവൻസ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ലാസ്റ്റ് ചെയ്യണം. പ്ലസ് എനി അതർ മോണിറ്ററി പേയ്മെൻറ്റ് ബൈ വാട്ട് എവർ നെയിം കോൾ. പിന്നെ എന്ത് മോണിറ്ററി പേയ്മെൻറ്റ് എന്ത് പേരിൽ കൊടുത്താലും അതും ഈ ഒരു സാലറീൻ്റെ കാൽക്കുലേഷനിൽ വരണം. പ്രധാനപ്പെട്ട പോയിന്റ്, പെർക്വിസിറ്റ്സ് ഒന്നും വരാൻ പാടില്ല. ആദ്യം പഠിപ്പിച്ചത് പെർക്വിസിറ്റ്സ് ആണ്. സോ ആ പെർക്വിസിറ്റ്സിൽ പെടുന്ന ഒരു സാധനവും RFAൻ്റെ കാൽക്കുലേഷനിൽ വരാൻ പാടില്ല. അതേപോലെ അലവൻസിൻ്റെ ടാക്സബിൾ പോർഷനും നമ്മളിവിടെ എടുക്കാൻ പാടില്ല. ഇനി ടെർമിനേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, സൂപ്പർ ആൻഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ് ഇങ്ങനെയുള്ള ഉണ്ടല്ലോ. നമ്മൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ, ഗ്രാറ്റുവിറ്റി, അതുപോലെയുള്ള സാധനങ്ങൾ ഇവിടെ വരാൻ പാടില്ല. ഓക്കെ, ഗ്രാറ്റുവിറ്റി, ലീവ് പേ എൻകാഷ്മെൻറ്റ്, വോളണ്ടറി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഇവിടെ വരാൻ പാടില്ല. കമ്മ്യൂട്ടഡ് പെൻഷൻ ഇവിടെ വരാൻ പാടില്ല. ആൻഡ് ദ സിമിലർ പേയ്മെൻറ്റ്സ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും കൂടെ വായിച്ചാൽ ഒന്നും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലാണ് നിങ്ങളുടെ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് RFA. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പേ, DA ഫോമിംഗ് പാർട്ട്, ബേസിക് പേ, DA ഫോമിംഗ് പാർട്ട്, ബോണസ്, കമ്മീഷൻ, ഫീസ് ഒക്കെ എഴുതണം. ടാക്സബിൾ പാർട്ട് ഓഫ് ഓൾ അലവൻസ്, ബോണസ്, കമ്മീഷൻ, പെൻഷൻ. ഇവിടെ കമ്മ്യൂട്ടഡ് പെൻഷൻ അല്ല, മറ്റേ അൺകമ്മ്യൂട്ടഡ് പെൻഷനാണ് ഇവിടെ പെൻഷൻ എഴുതിയിരിക്കുന്നത്. കമ്മ്യൂട്ടഡ് പെൻഷൻ ലംസമായിട്ട് കിട്ടുമ്പം അവിടെ എടുക്കാൻ പാടില്ല. ഓർ എനി മോണിറ്ററി പേയ്മെൻറ്റ് ബട്ട് ഷാൾ നോട്ട് ഇൻക്ലൂഡ്, ഇതിൽ പെടാൻ പാടില്ല. സാലറീൻ്റെ കാൽക്കുലേഷനിൽ, RFAൻ്റെ സാലറീൻ്റെ കാൽക്കുലേഷനിൽ ഡിയർനെസ് അലവൻസ് വെറുതെ തന്നാൽ എഴുതരുത്, PFലെ കോൺട്രിബ്യൂഷൻ എഴുതരുത്. എക്സംപ്റ്റഡ് അലവൻസസ്, ടാക്സബിൾ പോർഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഹെൽപ്പർ അലവൻസ് 60,000 കിട്ടിയിട്ടുണ്ട്, അതിൽ 50,000 എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10,000 ടാക്സബിൾ പോർഷൻ. അപ്പോൾ ഈ സാലറീൻ്റെ കാൽക്കുലേഷനിൽ അലവൻസ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര എടുക്കാൻ പാടുള്ളൂ? 10,000. വാല്യൂ ഓഫ് ഒരു പെർക്വിസിറ്റ്സും സാലറീൻ്റെ കാൽക്കുലേഷനിൽ RFAൻ്റെ സമയത്ത് എടുക്കാൻ പാടില്ല. പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ, സ്കീംസ് വിത്ത് ഇക്വിറ്റി ഷെയർസൊക്കെ അതും എടുക്കാൻ പാടില്ല.
മെഡിക്കൽ ബെനിഫിറ്റ് എക്സംപ്റ്റ് ചെയ്ത മെഡിക്കൽ ബെനിഫിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. എരിയർ ഓഫ് സാലറി, അഡ്വാൻസ് സാലറി റിസീവ്ഡും എടുക്കാൻ പാടില്ല. സോ ഈ സാധനം നല്ല വൃത്തിക്ക് നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കണം. ബിക്കോസ് ബാക്കി എല്ലാത്തിൻ്റെ കേസിലും സാലറി ഈസിയാണ്. പിന്നെ ഗ്രാറ്റുവിറ്റീൻ്റെ കേസിൽ മാത്രമാണ് ഫോമിങ് പാർട്ട് ആണെങ്കിലും അല്ലെങ്കിലും എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയിലും മോസ്റ്റ്ലി സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA അല്ലെ DP ഫോമിങ് പാർട്ട് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. സോ RFAൻ്റെ കാൽക്കുലേഷൻ്റെ സമയത്ത് സാലറീനെ നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കണം. സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഇല്ലുസ്ട്രേഷൻ നമ്പർ 30 ആണ്. സോ ഹിയർ റെൻറ്റ് ഫ്രീ ഹൗസ് ഇൻ ലക്നോ, പോപ്പുലേഷൻ മോർ ദാൻ ദിസ് വൺ വിത്ത് ഫർണിച്ചർ കോസ്റ്റിംഗ് 60,000. വേറെ ഒന്നും അവിടെ നമുക്ക് തന്നിട്ടില്ല, വേറെ ഒരു ഡീറ്റെയിൽസും നമുക്ക് അവിടെ തന്നിട്ടില്ല. സോ ഇവിടെ അവരുടെ സ്വന്തം ഹൗസ് ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സ്വന്തം ഹൗസ് ആണെങ്കിൽ മോർ ദാൻ 25 lakh ആണെങ്കിൽ 15% ഓഫ് ദ സാലറി എടുക്കണം. പ്ലസ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ, അതായത് 60,000-ൻ്റെ 10% കാണണം. അത് ഞാൻ പറയാം. RFAൻ്റെ സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ RFA എന്ന് എഴുതുക. വർക്കിംഗ് നോട്ട് എല്ലാം എഴുതുക. ഏറ്റവും ലാസ്റ്റ് വരും RFA. കാൽക്കുലേഷൻ ഓഫ് സാലറി എന്ന് എഴുതുക. സാലറി എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, ഇവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഒഴിച്ചിട്ട്, അതായത് ഈ ഒരു ഐറ്റം ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഇവിടെ ഫില്ലായിരിക്കും. ബാക്കി എല്ലാ ഐറ്റവും അവിടെ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഐറ്റം ഒഴിച്ചിട്ട് നിങ്ങളുടെ നോട്ടിൽ ബാക്കി എല്ലാം ഫില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുക, ആൻസർ എടുക്കുക. ബേസിക് സാലറി ഇൻക്ലൂഡഡ് ആണോ? ആണ്. DA ഇൻക്ലൂഡഡ് ആണോ? ആണ്. ബട്ട് ഫോമിംഗ് പാർട്ടായിരിക്കണം. ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, അപ്പോൾ ഇൻക്ലൂഡ് അല്ല. ബോണസ് ഇൻക്ലൂഡ് ആണോ? ആണ്. ബോണസ് ഇൻക്ലൂഡ് ആണ്. ഓക്കെ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, യെസ്, ഓൾ അലവൻസ് ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് ഇതും എടുക്കണം. 24,000. നൗ ഹെൽപ്പർ അലവൻസ് എടുക്കണം. ടാക്സബിൾ പാർട്ട് നില്ലാണ്, അതുകൊണ്ടില്ല. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു ഇത് എന്നൊന്നും എടുക്കൂല എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കാർ എടുക്കുമോ? കാർ ഒരു പെർക്വിസിറ്റ്സ് ആയതുകൊണ്ട് കാറും സാലറീൻ്റെ RFAൻ്റെ സമയത്തെ കാൽക്കുലേഷനിൽ എടുക്കാൻ പാടില്ല. ഇങ്ങനെ വേണം RFAൻ്റെ സാലറി കാൽക്കുലേഷൻ നിങ്ങൾ നോക്കാൻ. അതായത് എല്ലാം ചെയ്തു വെക്കുക, RFAൻ്റെ പാർട്ട് മാത്രം അവിടെ ഒഴിച്ചിടുക, എന്നിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ 1 by 1 ചെയ്യണം. ഇവിടെ തെറ്റ് പറ്റിയിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിപ്പോൾ നമ്മളിവിടെ 3 ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3 നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 7,20,000 പ്ലസ് 25,000 പ്ലസ് 24,000. ഓക്കെ. സോ ഇവിടെ നമുക്ക് 7,69,000 കിട്ടുന്നുണ്ട് സാലറി. ഇത് 3 ആഡ് ചെയ്ത് ഇവിടെ 7,45,000 എടുത്തിട്ടില്ല. അവർ ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്തിട്ടില്ല. സോ ആ ഒരു പോയിന്റ് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായി. ബട്ട് ഓരോ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതേപടി അങ്ങോട്ട് പറഞ്ഞു. ഇത് നോക്കിക്കോളെ, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങളോട് സാലറി RFA ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ, ക്വസ്റ്റ്യൻ ഒന്നും. RFA ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ RFAൻ്റെ സാലറിയിൽ എന്തെല്ലാം പെടുന്നു മാത്രം നമുക്ക് നോക്കാം. ബേസിക് സാലറി വരും, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരും, എഡ്യൂക്കേഷൻ അലവൻസ് വരും, ബട്ട് ടാക്സബിൾ പാർട്ട് മാത്രം വരും. ഓക്കെ. സോ DA ഫോമിംഗ് പാർട്ടൊന്നുമല്ല, അപ്പോൾ വരില്ല. ദെൻ DA ഇവിടെ പറയുന്നുണ്ട് 60% ഫോമിംഗ് പാർട്ട്. അപ്പം ഇതിൻ്റെ 60% മാത്രം എന്തിൽ വരും? RFAൻ്റെ സാലറിയിൽ വരും. ഫീസ് വരും, ബോണസ് വരും, ടാക്സ് പേ ചെയ്തത് അതൊന്നും വരില്ല. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ വരും. സോ എൻ്റർടൈൻമെൻറ്റ് അലവൻസും വരും ഇതിൽ. ബട്ട് ഇതിൽ അവർ അത് എഴുതിയിട്ടില്ല. ഏതിൽ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവരിത് എടുത്തിട്ടില്ല. സോ ഇതേപടി ഞാൻ ആ വീഡിയോയിലെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയും തിരിച്ച് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. സോ ഇപ്പോഴും ഇതിൽ അങ്ങനെ തന്നെയാണുള്ളത്. നിങ്ങളെ ടീച്ചേഴ്സ് എന്താ പറഞ്ഞത് നോക്ക്. ബട്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കാൽക്കുലേഷനിൽ എടുക്കണം. ബേസിക് സാലറി എടുത്തിട്ടുണ്ട്, ബോണസ് എടുത്തിട്ടുണ്ട്, ഫീസ് എടുത്തിട്ടുണ്ട്. അലവൻസിൽ ഡിയർനെസ് അലവൻസ് 60% മാത്രം എടുത്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് ടാക്സബിൾ പാർട്ട് മാത്രം. ഇവിടെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ അലവൻസ് 500 × 12 × 3 എന്നായിരിക്കും. 500 × 12 × 3. അതിൽ നിന്ന് നമ്മൾ എക്സംഷൻ ലിമിറ്റ് നമുക്കറിയാം 2,400 ആണ്. അപ്പോൾ ബാക്കി ടാക്സബിൾ പാർട്ട് മാത്രമാണ് കാൽക്കുലേഷനിൽ എടുക്കുക. ഞാനൊരു പ്രൂഫ് പോലെ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുക്കുന്നു. ഇത് CMAയുടെ ടെക്സ്റ്റാണ്, CMA. ഓക്കെ.
അപ്പം അത് ഇവിടെ എടുത്ത കാണുന്നില്ല. സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് പറയുന്നത് 7,69,000 ആണ് വരിക. സോ 7,69,000 പോപ്പുലേഷൻ ഇത്രയിൽ കൂടിയുണ്ട്. 7,59,000 15% എടുക്കണം. 7,59,000 15%. സോ ഇത്ര കിട്ടും. സോ അത് വേണം ഇവിടെ എഴുതാൻ. 1,1,5,3,5,0. ഓക്കെ. ഇനി 10% ഓഫ് ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ഇവിടെ 6,000 ആഡ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് 121,350 ആണ് ഇവിടെ എഴുതാൻ. ഓക്കെ. ടീച്ചർ എന്താ പറഞ്ഞതെന്ന് നോക്കുക, എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക എന്താ പറഞ്ഞത്. ഓക്കെ. അപ്പം ഇത് ചെയ്തല്ലോ, അറിയാലോ സംഭവം. ഇനി ഇവിടെ ഈ കോസ്റ്റിന് പകരം റെൻറ്റാ തന്നെങ്കിൽ ഈ കോസ്റ്റിൻ്റെ 10% കാണരുത്, റെൻറ്റ് വേണം ഇവിടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. അതൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലായിക്കോളും. ഇതൊക്കെ ആഡ് ചെയ്യുക, ഗ്രോസ് സാലറി കിട്ടും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ. നൗ ഇല്ലുസ്ട്രേഷൻ നമ്പർ 31. ശ്യാം ഭോപ്പാലാണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നൗ നെക്സ്റ്റ്, the following information is given to you regarding his salary during the year 2021. എല്ലാവരും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ഇനി പറയൂല, എല്ലാവരും വായിച്ചതിന് ശേഷം മാത്രം വീഡിയോ ആണ്. സാലറി ടാക്സബിൾ ഫോർ ദ ഇയർ തന്നിട്ടുണ്ട്. ബേസിക് സാലറി മന്ത്ലിയാണ് തന്നത്. സോ അതിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇയാളി ആക്കുക. ഡിയർനെസ് അലവൻസ് 30% ഓഫ് ദ സാലറി. സോ ഇതിൻ്റെ 30% കാണാൻ ഇവിടെ എഴുതണം. 30% കണ്ടിട്ട് ഇതിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ഇതിൻ്റെ പകുതിയാണ്. ഇത് നമുക്ക് എവിടെയാണ് വേണ്ടത്? ഓരോന്നിൻ്റെ കാൽക്കുലേഷൻ്റെ സമയത്ത് മാത്രമേ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് പ്രസക്തിയുള്ളൂ. ഇവിടെ എത്ര എഴുതണം? 30% എഴുതണം. ബോണസ് ഈക്വൽ ടു 1 month സാലറി. അപ്പോൾ ഒരു മാസത്തെ സാലറി എന്ന് പറഞ്ഞാൽ 4,000. സോ ബോണസ് എത്രയായിരിക്കും? 40,000. ബോണസ് എത്രയായിരിക്കും? 40,000. ചിൽഡ്രൻ മാരേജ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. സോ 1000 × 12 ഇവിടെ ഫുള്ളി ടാക്സബിൾ. എഡ്യൂക്കേഷൻ അലവൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫോർ 2 children 250 per month. ഞാനിവിടെ കാൽക്കുലേഷൻ കാണിക്കാം. ആദ്യം എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നത് ഇവിടെ എഴുതണം. കിട്ടുന്നത് എത്രയാണ്? 250 പെർ മന്ത് പെർ ചൈൽഡ്. ഇയാൾക്ക് 2 children ഉള്ളത്. സോ ഇത്രയാണ് അയാൾക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് എത്ര നമുക്ക് ലെസ് ചെയ്യാനുള്ള ലിമിറ്റ് എത്രയാണ്? 100 രൂപ വെച്ചിട്ട് ഒരു മാസത്തേക്ക് 2 കുട്ടിക്ക്. ഇതാണ് നമ്മളെ ലിമിറ്റ്. സോ ലിമിറ്റ് നമ്മൾ ഓൾറെഡി 2,400 അറിയാം. സോ ഇതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ 500 × 12 വരും, 6,000 വരും. സോ ബാക്കി എമൗണ്ട് ആയിരിക്കും നമ്മൾ ടാക്സബിൾ. ദാറ്റ് ഈസ് 3,600. 3,600 നമുക്ക് എന്ത് കിട്ടും? ടാക്സബിലിറ്റി കിട്ടും. ഓക്കെ. 3,600 കിട്ടിയത് മനസ്സിലായല്ലോ. അടുത്തത് അതേപോലെ ഹോസ്റ്റൽ അലവൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഹോസ്റ്റൽ അലവൻസ് എത്ര കിട്ടിയ? 400 × 12 × 2 ആണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 9,600 അയാൾക്ക് കിട്ടി. എക്സംഷനോ 300 × 12 × 2. അത് എത്രയും കൂടെ വരിക? 7,200 അല്ല. സോ ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്യുക. ആ ബാക്കി എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ. ക്ലിയർ ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ. സോ ചെയ്യുക. മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ. മെഡിക്കൽ ബെനിഫിറ്റ് അല്ല, മെഡിക്കൽ അലവൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ HRA. ഓക്കെ. ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. 10% ഓഫ് ബേസിക് സാലറി പെർ മന്ത്. റെൻറ്റ് പെയ്ഡ് ചെയ്തതും തന്നിട്ടുണ്ട്. സോ ഹൗസ് റെൻ്റ് അലവൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഹൗസ് റെൻ്റ് അലവൻസിന് ഒരു സ്ഥലം ഇവിടെ ഒഴിച്ചു വിടുക, എന്നിട്ട് അടുത്തത് എഴുതുക. ഓക്കെ. ഹൗസ് റെൻ്റ് അലവൻസിന് ഒരു സ്ഥലം ഒഴിച്ചു വിടുക, എന്നിട്ട് അടുത്തത് എഴുതുക. മിസ്റ്റർ ശ്യാം കോൺട്രിബ്യൂട്ട് 20% ഓഫ് സാലറി ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. ശ്യാം എത്ര % കോൺട്രിബ്യൂട്ട് ചെയ്താലും ടാക്സബിൾ അല്ല. ഓക്കെ. വിച്ച് ഇസ് യെറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. സോ ഇത് URPF ആണ്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. സോ നമുക്ക് ഇതും ഇവിടെ റിവൈസ് ചെയ്യാം. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇതിൽ റിവൈസ് ചെയ്യാം. ഹൗസ് റെൻ്റ് അലവൻസ് ഇനി ഞാൻ പറയൂല. ഹൗസ് റെൻ്റ് അലവൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അത് നിങ്ങൾ ചെയ്യാം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ മിസ്റ്റർ ശ്യാം റീഇംബേഴ്സ്ഡ് ബൈ ദ കമ്പനി. സോ ശരിക്കും കൊടുത്തിരിക്കുന്നത് കമ്പനി തന്നെ. സോ കമ്പനി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്താൽ അതൊരു മെഡിക്കൽ ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റമാണ്. സോ നോട്ട് ടാക്സബിൾ. ഇവിടെ അങ്ങനെ തന്നെ എഴുതി വെക്കണം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി എംപ്ലോയർ നിൽ, നോട്ട് ടാക്സബിൾ. എന്നാലേ നിങ്ങൾക്ക് പിന്നെയും റിവൈസ് ചെയ്യുമ്പോൾ അത് തറവാവുള്ളൂ. സോ ആൻസറിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അടുത്ത ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് 2,000. അതായത് പ്രൊഫഷണൽ ടാക്സ് 2,000.
ഓക്കെ, HR നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണേ. HR എന്തായിരുന്നു? HR റിസീവ്ഡ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് HR റിസീവ്ഡ്, അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, അല്ലെങ്കിലോ ഈ ഭോപ്പാൽ എവിടെയാടാ? ഭോപ്പാൽ ഏത് സ്ഥലത്താ? കോള് വന്നു, സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ ഭോപ്പാലിൻ്റെ കാര്യമല്ലേ. ഭോപ്പാൽ എവിടെയാടാ? ഭോപ്പാൽ മധ്യപ്രദേശിലാട്ടോ. സോ മധ്യപ്രദേശിലാണ്. സോ 40% ഓഫ് സാലറി. സോ HR നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ റിവൈസ് ചെയ്യേണ്ടത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നോട്ട് ടാക്സബിളിൻ്റെ കേസ് നോക്കാം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ, എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷനും നോട്ട് ടാക്സബിൾ, ഇൻട്രസ്റ്റ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നോട്ട് ടാക്സബിൾ, എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ, ഇവിടെ ടാക്സബിൾ അല്ല. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലംസം എമൗണ്ട് കിട്ടിയ അത് ടാക്സബിൾ ആണ്. ഇനി ഇത് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ഒരു ബാലൻസിനും ടാക്സബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചത്. നമ്മളിവിടെ വരുന്നത് ഇവിടെ കമ്പനിയും ശ്യാമും 20% സാലറി കോൺട്രിബ്യൂട്ട് ചെയ്തു PF-ലേക്ക്, URPF-ലേക്ക്. എംപ്ലോയർ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് എഴുതാതിരുന്നത്. HR കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ ഗ്രോസ് സാലറി കാണാം, ലെസ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. നൗ ഇല്ലസ്ട്രേഷൻ നമ്പർ 32.